ഹലോ ഓൾ വെൽക്കം ടു ഹൈടോപ്പ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് 10th ആനിവേഴ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് മൊഡ്യൂളിലെ 7th ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെസന്റെ നെയിം എന്താണ്? കെമിക്കൽ ബോണ്ടിങ്, അതായത് രാസബന്ധനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ്ലി കുറച്ച് ലെസൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ലെസൺ ഏതായിരുന്നു? പീരിയോഡിക് ടേബിൾ ആയിരുന്നു, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. അതിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ പരിചയപ്പെട്ടു. 18 എലമെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. അതായത് നമുക്കറിയാം, ആറ്റം കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാവുന്നു, ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവും കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ആറ്റം എന്തിനാണ് ഇപ്പൊ ഈ കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാവുന്നത്? ആറ്റത്തിന് തന്നെ എക്സിസ്റ്റ് ചെയ്തൂടെ? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കില്ല. അതായത് ആറ്റം എന്തിനാ കൂടിച്ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ച സമയത്ത് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോബിൾ ഗ്യാസസ് ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിനെ നമ്മൾ എന്തായിരുന്നു ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നോബിൾ ഗ്യാസസ് ഓർമ്മയുണ്ടോ? 18ാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളെ എലമെന്റ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? നോബിൾ ഗ്യാസസ് എന്ന് വിളിച്ചു. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിച്ചു. അതായത് എന്തുകൊണ്ടാണ് അതിനെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ നമ്മൾ വിളിക്കാൻ കാരണം എന്താണ്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ്? കൂടിച്ചേർന്ന്, നോബൽ ഗ്യാസസ് എന്താണ്? റിയാക്റ്റീവ് അല്ല. അതായത് അവരെന്ത് ചെയ്യില്ല, രാസപ്രവർത്തനമൊന്നും ഏർപ്പെടാത്ത ആൾക്കാരാണ്. അതായത് അവർ റിയാക്ഷനിലൊന്നും പങ്കെടുക്കാത്ത, കോമ്പൗണ്ടുകളൊന്നും ആയി മാറാണ്ട്, റിയാക്ഷൻ നടക്കാൻ എന്താണ്, എലമെന്റ്സ് കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകളാവണം. അങ്ങനെയൊന്നും ആവാണ്ട് ഒരു റിയാക്ഷനിലും പങ്കെടുക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് നോബിൾ ഗ്യാസ്. എന്തുകൊണ്ടാണ് അവർ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത്? അവരെന്തുകൊണ്ടാണ് ഇനേർട്ട് ഗ്യാസസ് നമ്മൾ വിളിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് എന്താണ്, അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അവരുടെ ഇലക്ട്രോൺ വിന്യാസം അനുസരിച്ചിട്ട് എന്താണ്, അവരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്, സ്റ്റേബിൾ ആണ്. അതായത് അവരുടെ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, 8 ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ഒരു എലമെന്റ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതായത് നോബിൾ ഗ്യാസസിൽ ഹീലിയം ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സിനും എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അതായത് 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ആ എലമെന്റുകളൊക്കെ എന്താണ്, സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട, റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട, വളരെ സുഖമായിട്ട് ഒരു റിയാക്ഷനിലും പങ്കെടുക്കാണ്ട് അവർ എന്ത് ചെയ്യുക, ആ 8 ഇലക്ട്രോൺ വെച്ച് അവിടെ ഇരുന്നാൽ മതി അല്ലെ. ഒരു റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇരിക്കാൻ പറ്റും. അതൊക്കെ എന്താണ്, അതുകൊണ്ട് തന്നെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. Okay, it was found that noble gases didn't react with other elements to form compounds, hence they were non-reactive. എന്താണ്, നോബിൾ ഗ്യാസസ് റിയാക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റ് ഹീലിയം, ഓൾ ഓഫ് ദം ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഹീലിയം ആറ്റം ഒഴികെ ബാക്കി എല്ലാവർക്കും ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഹീലിയം ആറ്റത്തിലാണെങ്കിലും 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതും എന്താണ്, സ്റ്റേബിൾ ആണ്. സോ കംപ്ലീറ്റ്ലി 18th ഗ്രൂപ്പിലെ എലമെന്റ്സ് ഒക്കെ എന്താണ്, സ്റ്റേബിൾ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, ബാഹ്യതമ ഷെല്ലിൽ ഇനി ഇലക്ട്രോൺ ഇരിക്കാൻ സ്ഥലമില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താണ്, സ്റ്റേബിൾ ആണ്. ഈ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് റിയാക്ഷനിൽ പങ്കെടുക്കില്ല. റിയാക്ഷനിൽ പങ്കെടുക്കില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നില്ല, രാസപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപ്പൊ എന്തുന്നില്ല, ബോണ്ടിങ് സംഭവിക്കില്ല. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉത്കൃഷ്ടവാതകങ്ങൾക്ക് മറ്റു മൂലകങ്ങളുമായി പ്രവർത്തിച്ച് സംയുക്തങ്ങൾ രൂപപ്പെടുത്തുന്നില്ല. അതായത് എന്ത് ചെയ്യുന്നില്ല, ആറ്റം കൂടി ചേർന്നിട്ട് കോമ്പൗണ്ട്, അതായത് സംയുക്തങ്ങൾ ഉണ്ടാവുന്നില്ല. അതായത് അവ എന്ത് ചെയ്യുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം എഴുതുമ്പോൾ എങ്ങനെയാണ്? ഹീലിയം ഒഴികെ ബാക്കി എല്ലാവർക്കും എന്താണ്, 8 ഇലക്ട്രോണുകൾ ഉണ്ട് ബാഹ്യതമ ഷെല്ലിൽ. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തത്. എന്നാണ്, സ്റ്റേബിൾ ആണ്. അതാണ് നോബിൾ ഗ്യാസ്. എന്തുകൊണ്ട് നോബിൾ ഗ്യാസ് റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. സോ ദാറ്റ് അത് എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് അവർക്കുള്ളത് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആറ്റങ്ങൾ, അതായത് നോബിൾ ഗ്യാസസ് റിയാക്ട് ചെയ്യില്ല നമ്മൾ പഠിച്ചു. ഇങ്ങനെ ബാക്കിയുള്ള എലമെന്റുകൾ, ബാക്കിയുള്ള ഗ്രൂപ്പുകൾ, ഒരുപാട് മൂലകങ്ങളിൽ, ഒരുപാട് ആറ്റംസിൽ, അവരൊക്കെ ഇനി ഇതുപോലെ എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവില്ല. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല. 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, ഒരിക്കലും റിയാക്ഷനിൽ പങ്കെടുക്കില്ല. 8 ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് 8 ഇലക്ട്രോൺ വാങ്ങാൻ വേണ്ടി, 8 ഇലക്ട്രോൺ എത്താൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ആലോചിക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8 ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ എലമെന്റ്സ് എന്താണ്, വെരി സ്റ്റേബിൾ ആണ്. അതായത് ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക വിന്യാസം എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റം എന്തായിരിക്കും, സ്ഥിരതയുള്ള ആയിരിക്കും. അതായത് സ്റ്റേബിൾ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ ആറ്റങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ഇതിന് ഇങ്ങനെ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആറ്റം എന്ത് ചെയ്യും, കെമിക്കൽ ബോണ്ടിങ്ങിൽ, അതായത് അയോണിക് രാസബന്ധനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, രാസബന്ധനത്തിന് ഏർപ്പെടുന്നുണ്ട് എന്ന് പറയാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞു നോബിൾ ഗ്യാസസ് റിയാക്റ്റീവ് അല്ല. കാരണം എന്താ പറഞ്ഞത്, 8 ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റിലുണ്ട്, അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചു. പിന്നെ എന്താ പറഞ്ഞത്, 8 ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ അപ്പൊ എന്താണ്, ആറ്റം എന്താണ്, സ്റ്റേബിൾ ആയിരിക്കും എന്ന് മനസ്സിലായി അല്ലെ, സ്ഥിരത ഉള്ളതായിരിക്കും എന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ബാക്കിയുള്ള ആറ്റംസ് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതാണ് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കും, എല്ലാ ആറ്റംസും ഇതേപോലെ സ്റ്റേബിൾ ആയിട്ട് സ്ഥിരത ഉള്ളവരായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്ഥിരത കൈവരിക്കുന്നതിനായിട്ട് അതിന് എന്ത് വേണം, ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം, 8 ഇലക്ട്രോൺ വേണം. അപ്പൊ എല്ലാ ആറ്റവും ഇങ്ങനെ 8 ഇലക്ട്രോൺ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും കെമിക്കൽ ബോണ്ടിങ്ങിൽ അവർ എന്ത് ചെയ്യുന്നത്, കെമിക്കൽ ബോണ്ടിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ് കെമിക്കൽ ബോണ്ടിങ്ങിനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റംസ് കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാവുന്ന എന്തിനാണ്, സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 8 ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഒക്ടറ്റ് റൂൾ എന്ന് പറയാ. ദിസ് അറ്റൈൻമെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഫോർ സ്റ്റേബിൾ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ, ഒക്ടറ്റ് റൂൾ എന്ന് പറയാം. അതായത് സ്ഥിരതയുള്ള ഘടനയ്ക്കായി 8 ഇലക്ട്രോണുകൾ നേടുന്നതിനെ ഒക്ടറ്റ് നിയമം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഒക്ടറ്റ് നിയമം എന്ന് പറഞ്ഞാൽ, സ്റ്റേബിൾ സ്ട്രക്ചർ, അതായത് സ്ഥിരതയുള്ള ഒരു ഘടന കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 8 ഇലക്ട്രോണുകൾ വാങ്ങുക, 8 ഇലക്ട്രോണുകൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺ നേടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറ്റംസ്, അപ്പൊ എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ആറ്റംസ് ആർ ഹെൽഡ് ടുഗെദർ ഇൻ കോമ്പൗണ്ട് ബൈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട്. അതായത് ആറ്റം കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകൾ ആവുകയാണ്. എങ്ങനെ ആറ്റം ഇങ്ങനെ കൂടിച്ചേർന്നത്, ബൈ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആറ്റം ഇങ്ങനെ കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, ഹെൽഡ് ടുഗെദർ ബൈ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ആറ്റംസ് എന്ത് ചെയ്യാണ്, തമ്മിൽ കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ബോണ്ടുകൾ അവിടെ ഉണ്ടാവുന്നു. ഒരു സംയുക്തത്തിൽ ഘടന കണങ്ങളെ ചേർത്തു നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം. അതായത് കണങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സംയുക്തം ഉണ്ടാവണം. അപ്പൊ ആ കണങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. ആ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രാസബന്ധനം എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ പറയുന്നത് 2 ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഉണ്ടെന്നാണ്. 2 ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഉണ്ട്. ഒന്നാണ് അയോണിക് ബോണ്ടിങ്, അതായത് അയോണിക ബന്ധനം. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നതാണ് കോവാലന്റ് ബോണ്ട്, അതായത് സഹസംയോജക ബന്ധനം. അപ്പൊ 2 ടൈപ്പ് ബോണ്ട് ഉണ്ട്, അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും. സഹസംയോജക ബന്ധനമുണ്ട്, അയോണിക ബന്ധനമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അയോണിക ബന്ധനം നോക്കാം. അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, അയോണുകൾ. ഓക്കെ, അയോണുകൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. അപ്പൊ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ ടു നോൺ മെറ്റൽ ഈസ് നോൺ ആസ് അയോണിക് അഥവാ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ടിന് പറയുന്ന വേറൊരു പേരാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നത് അറിയോ, ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഒരാൾ എന്ത് ചെയ്യുക, ഒരു ആറ്റം എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോൺ മറ്റൊരു ആറ്റത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു ആറ്റം എന്ത് ചെയ്യുക, ഇലക്ട്രോൺ സ്വീകരിക്കുക. ഇങ്ങനെ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, അയോണിക് ബോണ്ടിങ് അഥവാ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ പറയാ, കെമിക്കൽ ബോണ്ടിനെയാണ് നമ്മൾ എന്താ പറയാ, അയോണിക് ബോണ്ടിങ് എന്ന് പറയാ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന എവിടുന്നാണ്, മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്കാണ്. അതായത് ഒരു ലോഹത്തിൽ നിന്ന് അലോഹത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന രാസബന്ധനത്തെയാണ് നമ്മൾ എന്ത് പറയുക, അയോണിക ബന്ധനം എന്ന് പറയുന്നത്. നമുക്കൊരു അയോണിക ബന്ധനം, അതായത് അയോണിക് ബോണ്ടിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്താക്കാം. നമുക്ക് NaCl എടുത്താക്കാം. സോൾട്ട്, നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സോൾട്ട് നോക്കാം. NaCl നോക്കാം കേട്ടോ. NaCl നമുക്ക് റിയാക്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 2Na + Cl2 gives 2NaCl എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് NaCl ഫോർമേഷൻ നോക്കി നോക്കാം. എങ്ങനെയാണ് അവിടെ ബോണ്ട് ഉണ്ടാവുന്നത് നോക്കാട്ടോ. NaCl എണ്ണയും Cl കൂടിയിട്ടാണ് ചേരുന്നത് അല്ലെ. അപ്പൊ Na, അതായത് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 11 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. Cl-ന്റെ നമുക്കറിയാലോ 17 ആണെന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറ്റോമിക നമ്പർ 11 ആണെങ്കിൽ എങ്ങനെ എഴുതാം, 281. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. അപ്പൊ 281 എഴുതി. 17 ആണെങ്കിലോ 2, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിലോ 8 ഇലക്ട്രോണുകൾ ഇരിക്കാം. അടുത്തയിലോ 8 തന്നെ. അപ്പൊ 2, 8, 7 കൊടുക്കാം. അപ്പൊ ക്ലോറിനിൽ 17 ആണ്, 10
പിന്നെ ഒരു 7 കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത് സ്റ്റേബിൾ ആണോ? അപ്പൊ നോക്കുമ്പോൾ സോഡിയം നോക്കുകയാണെങ്കിൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരണ്ടേ? 8 ഇലക്ട്രോൺ വരണമെങ്കിൽ ആ ഒന്നില്ലെങ്കിൽ ആ സോഡിയം എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ കളയണം, അല്ലെങ്കിൽ 7 ആളെ സ്വീകരിക്കണം. ഓക്കെ, ഒരു ഇലക്ട്രോൺ കളയണം. ഒരു ഇലക്ട്രോൺ പോയ എന്തായി? 2 8 അപ്പൊ എന്തായി? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയി. അപ്പൊ 7 ആളെ സ്വീകരിക്കുന്നതിലും എളുപ്പം എന്താണ്? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തല്ലേ? അപ്പൊ ആ ഒരു ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ സോഡിയം എന്തായി? 2 8 ആവും അല്ലെ? ഇതേപോലെ ക്ലോറിനിൽ നോക്കിക്കോ, 2 8 7 ആണ്. നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റിൽ 8 വരണം. ഔട്ടർ മോസ്റ്റിൽ 8 വരണമെങ്കിൽ ഈ 7 എന്താവണം? 7 ഇലക്ട്രോൺ 8 ആവണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചാൽ മതി, ഒരു ഇലക്ട്രോൺ ചെയ്താൽ മതി, റിസീവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൽ ഒരു ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, ക്ലോറിനിൽ ഒരു ഇലക്ട്രോൺ വാങ്ങാനുണ്ടെങ്കിൽ ഈ സോഡിയത്തിൽ ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് കൊടുത്താൽ മതി? ക്ലോറിനിൽ കൊടുത്താൽ പോരെ. അപ്പൊ എന്തായി കോൺഫിഗറേഷൻ? 2 8 ആവും സോഡിയത്തിൻ്റെത്, ക്ലോറിൻ്റെ ആവും 2 8 8 ആവും. രണ്ടാമത് സ്റ്റേബിൾ ആയില്ലേ? അതായത് സോഡിയം എന്ന് പറഞ്ഞ ആറ്റം, ഇവിടെ റിയാക്ഷൻ നോക്കണേ, സോഡിയം എന്ന് പറഞ്ഞ ആറ്റം, Na എന്ന് പറഞ്ഞ സോഡിയം എന്ന് പറഞ്ഞ ആറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തായി? പോസിറ്റീവ് ചാർജ് ആയി. വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് ആയി. അതായത് Na പ്ലസ് 1e- ആയി മാറും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് അത് അയോൺ ആയി മാറി. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ട് എന്തായി? അയോൺ ആയി മാറി. Na പ്ലസ് അയോൺ ആയി മാറി. പ്ലസ് ഒരു ഇലക്ട്രോണല്ലേ വിട്ടുകൊടുത്തത്, അതാണ് 1e- എന്ന് പറയുന്നത്. അതേപോലെ ക്ലോറിൻ നോക്കാം. ക്ലോറിൻ ആറ്റം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്തു, Cl റിസീവ് ചെയ്തുകൊണ്ടാണ് ലെഫ്റ്റിൽ എഴുതുന്നത്. Cl പ്ലസ് 1e- ഗീവ്സ്. ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചാൽ അതെന്തായി? അയോൺ ആയി മാറി, Cl മൈനസ് ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഈ Na പ്ലസ് Cl മൈനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ നമ്മൾ കാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകളെ നമ്മൾ ആനയോൺ എന്നുമാണ് വിളിക്കുക. നിങ്ങൾ ആലോചിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഞാനൊരു എക്സാം എടുക്കാൻ വന്ന സമയത്ത് ഒരു ടീച്ചർ, ഒരു കുട്ടി പെന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഒരു കുട്ടി പറയും എന്താണ്, ഇന്ത്യയിൽ 2 പെന്നുണ്ട് എന്ന് പറയും. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ഒരു പെന്ന് മതി ഒരു കുട്ടി എക്സാം എഴുതാം. അപ്പൊ അഡീഷണലി ഒരു പെന്ന് വന്ന കുട്ടീനെ കാണുമ്പോൾ എന്ത് തോന്നും? നല്ല കുട്ടി എന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ ആ 2 പെന്നുള്ള കുട്ടിയുടെ പെന്നില്ലാത്ത കുട്ടിക്ക് ഒരു പെന്ന് കൊടുത്തു. 2 പെന്നുള്ളതിന് പെന്നില്ലാത്ത ഒരാൾക്ക് ഒരു പെന്ന് കൊടുത്തു. അപ്പൊ ടീച്ചറുടെ മനസ്സിൽ എന്താ തോന്നുക? 2 പെന്നൊക്കെ കൊണ്ടുവന്ന ആ കുട്ടിയുടെ കുറിച്ചിട്ട് എന്ത് തോന്നും? ഒരു പോസിറ്റീവ് തോന്നും അല്ലെ? അതായത് കൊടുത്ത ആളെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയി തോന്നും. പെണ്ണൊന്നും ഇല്ലാണ്ട് വന്ന ആളെ കാണുമ്പോൾ എന്ത് തോന്നും? നെഗറ്റീവ് ഇമ്പാക്ട് തോന്നും. അതായത് നെഗറ്റീവ് ആയിട്ട് തോന്നും. പെണ്ണ് സ്വീകരിച്ച ആളെ കുറിച്ച് എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നും അല്ലെ? അതായത് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആളെ പോസിറ്റീവ് ആവും, ഇലക്ട്രോൺ സ്വീകരിച്ച ആൾ എന്താവും? നെഗറ്റീവ് ആവും. ഇവര് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആൾ ആരാണ്? സോഡിയം ആണ് അല്ലെ? അപ്പൊ സോഡിയം എന്തായി? Na പ്ലസ് ആയി മാറി, പ്ലസ് പോസിറ്റീവ് ചാർജ് ആയി മാറി. പോസിറ്റീവിനെ എന്താ പറയാ? കാറ്റയോൺ എന്ന് വിളിക്കും. അപ്പൊ Na പ്ലസ്, എന്തായി? Na പ്ലസ് ആയി മാറി, കാറ്റയോൺ ആയി മാറി. ഇനി സ്വീകരിച്ച ആൾ എന്താ? നെഗറ്റീവ് അല്ലേ തോന്നുക? അപ്പൊ Cl എന്തായി മാറി? Cl മൈനസ്, അതായത് ആനയോൺ ആയി മാറി. ഫൈനൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമുക്കറിയാം സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ആണ്. Na പ്ലസ് പ്ലസ് Cl, Na പ്ലസ് Cl ആണ്. ഗീവ്സ്, ആരോ മാർക്ക് കൊടുക്കുക. Na എന്തായി മാറി? Na പ്ലസ്. ഈ റിയാക്ഷൻ നോക്കുക. ഈ റിയാക്ഷനിലെ റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? Na പ്ലസ്. ആ Na പ്ലസ് എഴുതി. പ്ലസ് ഈ 1 ഇലക്ട്രോൺ ഒന്നും എഴുതണ്ട, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? Cl മൈനസ്. ഈ 2 റിയാക്ഷന്റെ ലെഫ്റ്റ് റൈറ്റ് സം ചെയ്ത് എഴുതിയാൽ മതി. ലെഫ്റ്റിൽ എന്താ ഉള്ളത്? Na-യും Cl-ഉം. ഇലക്ട്രോൺ എഴുതണ്ട. അപ്പൊ Na പ്ലസ് Cl. റൈറ്റിൽ എന്താ ഉള്ളത്? Na പ്ലസ് പ്ലസ് Cl മൈനസ്. അതിവിടെ എഴുതിയ Na പ്ലസ് പ്ലസ് Cl മൈനസ്. Na പ്ലസ് പ്ലസ് Cl മൈനസ്, അതായത് 2 ആനയോണും കാറ്റയോണും, അതായത് 2 അയോണുകൾ കൂടിച്ചേർന്നുണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ Na പ്ലസും Cl മൈനസും കൂടിച്ചേർന്ന് എന്തായി? NaCl ഉണ്ടായി. ഓക്കെ, ഇതാണ് എന്ത്? അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് an atom loses the electron and become positively charged. ഒരു ആറ്റം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി പോസിറ്റീവ്ലി ചാർജ് ആവുന്നു. ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള അയോണുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റയോൺ എന്ന് വിളിക്കുന്നു. ഇവിടെ ഏതാ കാറ്റയോൺ? സോഡിയം ആണ്. Na പ്ലസ് ആയി മാറി. ഇനി ഒരു അഡീഷണൽ ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത, ഗെയിൻ ചെയ്ത ആളെ കുറിച്ച് ആളെന്താണ്? നെഗറ്റീവ് ചാർജ്ഡ് അയോൺ ആണ് അല്ലെ? അതിന് നമ്മൾ എന്ത് വിളിച്ചു? ആനയോൺ എന്ന് വിളിച്ചു. ഇവിടെ കാണാണ്ടല്ലോ, ഒരു ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജ് ഉള്ളതായി തീരുന്നു. ഇത്തരം പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിച്ചു? കാറ്റയോൺ എന്ന് വിളിച്ചു. Na പ്ലസ് ആണ് ഇവിടെ പറഞ്ഞു. ഒരു ആറ്റം അധികം ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണായി മാറുന്നു. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ നമ്മൾ എന്ത് വിളിച്ചു? ആനയോൺ എന്ന് വിളിച്ചു. ആനയോൺ എന്ന് വിളിച്ചു. Cl മൈനസ് ആണ് ഇവിടെ. ക്ലിയർ ആയല്ലോ? NaCl-ല് Na എന്തായി? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് നോക്കുക.
ഒരു ഇലക്ട്രോൺ അഡീഷണലി അവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ ഉണ്ട്. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പൊ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ Na+ ആയിട്ടുള്ള കാറ്റയോൺ ആയിട്ട് മാറി. അപ്പുറത്ത് Cl ആണെങ്കിലോ Cl- ആയി. കാരണം എന്താ, Cl ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്താലേ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പൊ Cl- ആവുമ്പോൾ 288 ആവും. Cl- ആയി മാറി, അതിനെന്താ ആനിയോൺ ആയി മാറി. ഈ ആനിയോണും കാറ്റയോണും തമ്മിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. സിൻസ് ദ കാറ്റയോൺ ആൻഡ് ആനിയോൺ ഫോംഡ് അബോവ് ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ്, വെരി ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും, കുളൂം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ് അവർ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഭാഗമായിട്ട് കാറ്റയോൺ ആനിയോൺ എന്ത് ഒരുമിച്ച് നിൽക്കും. ഈ കാറ്റയോൺ ആനിയോണും തമ്മിലുള്ള ഈ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അയോണിക് ബോണ്ടിന്റെ ഒരു എക്സാമ്പിൾ നോക്കി. ഇനി നമുക്ക് MgCl2 നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമ്പർ 2 ആണ്. എക്സാമ്പിൾ MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡ് നോക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ്, മെഗ്നീഷ്യവും ക്ലോറിനും ആണ് കൂടിച്ചേരുന്നത്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എഴുതാം, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എഴുതാം. ആദ്യം അറ്റോമിക് നമ്പർ എഴുതി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അപ്പോഴാണ് നമുക്ക് എന്താണ് ഇനി അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അതായത് എത്ര ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി എങ്ങനെ അറ്റൈൻ ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മളിവിടെ Mgന്റെ എഴുതി നോക്കുമ്പോൾ എന്ത് കിട്ടും, 12 ആണ്. സോ 282 ആണ്. നമുക്കറിയാം 8 ഇലക്ട്രോൺ വേണം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ. അപ്പൊ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ഇലക്ട്രോൺ അതിൽ ലോസ് ചെയ്താൽ പോരെ. അപ്പൊ 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 280 ആയി, അതായത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും അല്ലെ. അതായത് Mgയുടെ റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. Mg എന്താണ് ഇപ്പൊ 282 ആണ്. 2 ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ അത് എന്താവും, Mg+ അല്ല ആവുക, Mg2+ ആണ് ആവുക. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ Mg2+ ആയി മാറും. 2 ഇലക്ട്രോൺ കളയുമ്പോൾ +2e- എഴുതണം. വൺ ഇലക്ട്രോൺ അല്ല, അതാണ് 2e- എഴുതിയുള്ളത്. ഒരു ഇലക്ട്രോൺ അല്ല, അതാണ് Mg2+ എഴുതിയില്ല. 2 ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് 2 അവിടെ വന്നത്. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ Mg2+ എന്ന് പറഞ്ഞ അയോണിനകത്തുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരിക, 28 ആണ് വരിക. ഇനി ക്ലോറിന്റെ നോക്കാം നമുക്ക്. ക്ലോറിൻ ഇതേപോലെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, 17287. അതേപോലെ Cl + 1e- Cl- ആണ്. ഇവിടെ നമുക്കറിയാം 2 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ. 2 ഇലക്ട്രോണിനെ വിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ 2 ക്ലോറിൻ ആറ്റം വേണ്ടേ. അപ്പൊ നമ്മൾ എന്താ എഴുതാ, ആ ബേസിക് ഇക്വേഷൻ എന്ത് ചെയ്യുക, 2 വെച്ച് ഇൻറ്റു ചെയ്യുക. 2 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും, 2Cl + 2e- gives 2Cl-. അപ്പൊ ഫൈനൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, Mg + Cl gives എന്തായോണായി മാറിയത്, Mg എന്തായി മാറി, Mg2+ ആയി മാറി. Cl എന്തായി മാറി, 2Cl- ആയി മാറി. റിയാക്ട് ചെയ്യുമ്പോൾ 2 അയോണുകൾ Mg2+ അയോണും 2Cl- അയോണും കൂടി ചേർന്നാൽ എന്ത് കിട്ടും, MgCl2 എന്ന് പറഞ്ഞ അയോൺ കിട്ടും. അപ്പൊ നമ്മൾ അയോണിക് ബോണ്ടിങ് എന്താന്ന് പറഞ്ഞു. അയോണിക് ബോണ്ടിങ് നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ആ 2 ആറ്റം, ഏതൊക്കെ 2 ആൾക്കാരാണോ കൂടിച്ചേരുന്നത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. എന്നിട്ട് അതിന്റെ റിയാക്ഷൻ എഴുതി നോക്കുക, കാറ്റയോണും ആനിയോണും. അപ്പൊ നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൂടി ചേർന്നിട്ട് ഒരു ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കുക. ഓക്കെ, ഫൈനൽ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞു, NaCl പറഞ്ഞു, MgCl2 പറഞ്ഞു. നമ്മൾ അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകളാണ്, അയോണിക് കോമ്പൗണ്ട് സ്പെഷ്യാലിറ്റീസ് ആണ് പറയുന്നത്, പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. എന്താണ് അയോണിക് കോമ്പൗണ്ട്സ് ഒക്കെ, എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. അതായത് അയോണിക സംയുക്തങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡുകളാണ് അയോണിക് കോമ്പൗണ്ടുകളൊക്കെ. ഒന്നാമത്തെ പോയിന്റ് സോളിഡുകളാണ്. രണ്ടാമത്തെ എന്താണ്, ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ്. അതിന്റെ ഉരുകൽ നിലയും തിളനിലയും ഒക്കെ എന്താണ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്, ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. എങ്ങനെ, മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. അതായത് അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ലെങ്കിലും ഉരുകിയ അവസ്ഥയിലും, മോൾട്ടൺ സ്റ്റേറ്റിൽ ഉരുകിയ അവസ്ഥയിലും ജലലായനികളിലും വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഉരുകിയ അവസ്ഥയിലും ജലലായനികളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി എന്ത് ചെയ്യുന്നുണ്ട്, ചാലകമായിട്ട് വൈദ്യുതി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ചാലകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൊല്യൂബിലിറ്റി, ഇതെന്താണ്, അയണിക് കോമ്പൗണ്ട്സ് ഒക്കെ വാട്ടറിൽ സൊല്യൂബിൾ ആണ്. പക്ഷെ ഓർഗാനിക് സോൾവെന്റ്സിലൊക്കെ എന്താണ്, ഇൻസൊല്യൂബിൾ ആണ്. അതായത് അയോണിക സംയുക്തങ്ങൾ പൊതുവെ എന്താണ്, ജലത്തിൽ എന്താണ്, സോല്യൂബിൾ ആണ്, ജലത്തിൽ അലിഞ്ഞു ചേരും. പക്ഷെ ചില പോളാർ ലൈനുകളും എന്ത് ചെയ്യുന്നില്ല, ലയിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ 4 പോയിന്റ്സ് ആണ് അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത പറഞ്ഞത്. ഒന്നെന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. രണ്ടെന്താണ്, മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റുകൾ വലുതാണ്, ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി എങ്ങനെ കണ്ടക്ട് ചെയ്യുക, മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും കണ്ടക്ട് ചെയ്യും. സോല്യൂബിലിറ്റി എന്താണ്, വാട്ടറിൽ സോല്യൂബിൾ ആണ്. ഓർഗാനിക് സോൾവെന്റ് ആയിട്ടുള്ള ആൽക്കഹോൾ ഈതറിലൊന്നും എന്ത് ചെയ്യുക, സോല്യൂബിൾ അല്ല. 4 പ്രോപ്പർട്ടീസ്.
അയോണിക സംയുക്തങ്ങളുടെ പ്രധാന സവിശേഷതകൾ 4 നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു, 2 ടൈപ്പ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു, അതിൽ അയോണിക് ബോണ്ട് എന്താന്ന് പറഞ്ഞു, എക്സാമ്പിൾ നോക്കി, അയോണിക് കോമ്പൗണ്ടുകളുടെ സംയുക്തങ്ങളുടെ സവിശേഷതകൾ അതായത് പ്രോപ്പർട്ടീസ് പറഞ്ഞു. നമ്മൾ രണ്ടാമത്തെ ആള് നോക്കാൻ പോവാണ്. ദാറ്റ് ഇസ് കോവാലന്റ് ബോണ്ട്, അതായത് സഹസംയോജക ബന്ധനം. നേരത്തെ നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ ചെയ്യുന്നത്. ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലോട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക, അവിടെയാണ് അതാണ് നടക്കുന്നത്. പക്ഷെ കോവാലന്റ് ബോണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് മറ്റൊരു ആറ്റവുമായിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഷെയർ വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ബോണ്ട് വിച്ച് ഇസ് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ആറ്റംസ് ഇസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. അതായത് ആറ്റംസ് തമ്മിൽ ഷെയറിംഗ്, ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ട് ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോണുകളുടെ പങ്കുവയ്ക്കൽ വഴി രൂപപ്പെടുന്ന ബന്ധനത്തെയാണ് സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഈ ഷെയർ ചെയ്യുന്നത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, ഒരു പെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാലോ, 2 എണ്ണം, ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഒരു പെയർ ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തെങ്കിൽ, അത് 2 ഇലക്ട്രോൺ തമ്മിലാണ് ഷെയറിംഗ് നടന്നതെങ്കിൽ അവിടെ എന്ത് ബോണ്ടാണ് ഉണ്ടാവുക, സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക, അതായത് ഏകബന്ധനം ഉണ്ടാവുക. ഇനി 2 പെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 പെയർ എന്ന് പറഞ്ഞാൽ 4 എണ്ണം. അപ്പൊ 4 ഇലക്ട്രോണുകൾ തമ്മിൽ ഉണ്ടാവുന്ന എന്താണ്, ഡബിൾ ബോണ്ട്, അതായത് ദ്വിബന്ധനം. ഇനി 3 ജോഡി അതായത് 3 പെയർ ആണെങ്കിലോ ട്രിപ്പിൾ ബോണ്ട്, അതായത് ത്രിബന്ധനാണ് ഉണ്ടാവുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ തമ്മിൽ എന്ത് ചെയ്യുക, പങ്കുവെക്കൽ വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കി നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഹൈഡ്രജൻ മോളിക്യൂൾ, H2 മോളിക്യൂളിന്റെ ഫോർമേഷൻ നോക്കാം. നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ ലൂയിസ് സ്ട്രക്ചർ എന്നാണ് പറയുക. അതായത് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ നമ്മൾ ഇതുപോലെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രം ഇവിടെ രേഖപ്പെടുത്തില്ലേ, അതിനെ നമ്മൾ എന്താ പറയാ, ലൂയിസ് സ്ട്രക്ചർ എന്നാണ് പറയുക. ലൂയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്, ലൂയിസ് സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പൊ H2 മോളിക്യൂളിന്റെ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ കോൺഫിഗറേഷൻ എന്താണ്, 1 ആണ് വരിക. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. 2 ഹൈഡ്രജൻ ആറ്റാണ് കൂടിച്ചേരുന്നത്. ഒരു ഹൈഡ്രജൻ H വെച്ചു, അടുത്ത ഹൈഡ്രജൻ H. പിന്നെ ഓരോന്നിലും ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ ഒരു ഡോട്ട് വെച്ച് കൊടുത്തു, 2 ഭാഗത്തും കൊടുത്തു. ഇവിടെ നോക്കിക്കോ, 2 കൂടെ കൂടിച്ചേരുമ്പോ എന്താണ്, H 2 ഇലക്ട്രോൺ പിന്നെ H വരും. അതായത് ഈ ആദ്യത്തെ ഹൈഡ്രജന് കണ്ടല്ലോ അവിടെ 2 ഇലക്ട്രോൺ കിട്ടി, ഈ ഇലക്ട്രോണിനും 2 ഇലക്ട്രോൺ കിട്ടി. അതായത് 2 ഇലക്ട്രോണുകളും തമ്മിൽ അവരുടെ ഓരോ ഇലക്ട്രോണുകൾ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ഇങ്ങനെ ഷെയർ ചെയ്ത് ഫോം ചെയ്ത ബോണ്ടിനെ നമ്മൾ എന്ത് പറയും, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്തു, ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ട് H2 മോളിക്യൂൾ ഫോം ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ പുറത്ത് ഒരു ഇലക്ട്രോൺ ആണുള്ളത്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. മറ്റേ ഹൈഡ്രജനിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്തു. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ള ഒരു ഇലക്ട്രോണിന്റെ കൂടെ മറ്റാളുടെ ഒരു ഇലക്ട്രോൺ കൂടെ ഷെയർ ചെയ്തു, മറ്റാളും അങ്ങനെ ഷെയർ ചെയ്തു. അങ്ങനെ ഷെയറിംഗ് വഴി ഫോം ചെയ്ത ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ആറ്റം H2 മോളിക്യൂൾ ആയി മാറി. ഇവിടെ എന്ത് ബോണ്ടാന്ന് പറയാൻ പറ്റുമോ, 2 ഇലക്ട്രോണേ ഉള്ളൂ. 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു പേരല്ലേ, അപ്പൊ എന്ത് ബോണ്ടാ, സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ക്ലോറിൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ വെച്ച് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാലോ, 287. സോറി, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 287 ആണ് കേട്ടോ ഇവിടെ വരിക. 287 ആണ്. 7 ആണെങ്കിൽ നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വെച്ച് പറഞ്ഞ എന്താണ്, ഔട്ടർ മോസ്റ്റുള്ള ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ ക്ലോറിൻ എഴുതാ, എന്നിട്ട് എന്താ എഴുതാ, ഇങ്ങനെ ഇലക്ട്രോൺ ഡോട്ട് ഫില്ല് ചെയ്യുക. 1 2 3 4 5 6 7 7 ഫില്ല് ചെയ്തു. പ്ലസ് അടുത്ത ക്ലോറിൻ ഇതേപോലെ 7 വരയ്ക്കുക. കോൺഫിഗറേഷൻ 2 8 2 8 7. ഇത് രണ്ടും തമ്മിൽ ഷെയർ ചെയ്തു. ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പൊ കൗണ്ട് ചെയ്ത് നോക്ക്, ആദ്യത്തെ ക്ലോറിന്റെ ചുറ്റും നോക്ക് 8 ഇലക്ട്രോൺ വന്നു, അടുത്തതിന് ചുറ്റും 8 ഇലക്ട്രോൺ വന്നത് ഷെയറിംഗ് വഴി ഫോം ചെയ്ത ബോണ്ട്. ഇങ്ങനെ ഷെയറിംഗ് വഴി ഇത് എന്ത് ചെയ്തു, ക്ലോറിൻ സിംഗിൾ ബോൺസ്, ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 മോളിക്യൂൾ ഉണ്ടായി. ഇവിടെ എന്താണ്, ഒരു പെയർ ഇലക്ട്രോൺ ആയിട്ട് സിംഗിൾ ബോണ്ട് ആയി ഉണ്ടായത്. ഇനി അടുത്തത് ഓക്സിജൻ മോളിക്യൂൾ, O2 മോളിക്യൂൾ നോക്കിക്കോ. കോൺഫിഗറേഷൻ എന്താണ്, 2 6 ആണ്. 6 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റിൽ എന്താണ്, 6 ഇലക്ട്രോണുകൾ വരയ്ക്കുക. അടുത്ത ഓക്സിജനിൽ വരയ്ക്കുക, ഷെയർ ചെയ്യുക. 2 ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 അല്ലേ, അപ്പൊ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ 2 ആളെ ഷെയർ ചെയ്യണം തമ്മിൽ. 2 ആളെ ഷെയർ ചെയ്തു, 2
രണ്ട് പെയർ ഇലക്ട്രോൺ ഷെയർ ചെയ്തു. രണ്ട് പെയർ ആണെങ്കിൽ എന്താണ് 4 ഇലക്ട്രോൺ. അങ്ങനെയാണ് എന്താ പറയാ, ഡബിൾ ബോണ്ട് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. രണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഒരു പെയറാണ് സിംഗിൾ ബോണ്ട് അല്ല. അപ്പൊ O2 മോളിക്യൂൾ എന്ത് ബോണ്ടാ, ഡബിൾ ബോണ്ട് ആണ്. നമ്മുടെ നൈട്രജൻ മോളിക്യൂൾ N2 മോളിക്യൂൾ നോക്കാം. N2 മോളിക്യൂൾ എന്താ, ഔട്ടർമോസ്റ്റ് കോൺഫിഗറേഷൻ എന്താണ്, 7 ആണ്. ദാറ്റ് ഇസ് 2 5 ആണ് വരിക. നൈട്രജനിൽ 5 വരയ്ക്കുക. 1 2 3 4 5 കണ്ടല്ലോ. ലൂയിസ് സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഔട്ടർമോസ്റ്റ് ഉള്ള 5 ഇലക്ട്രോണുകൾ വരച്ചു, മാർക്ക് ചെയ്തു. 2 5 കോൺഫിഗറേഷൻ. അടുത്ത നൈട്രജൻ ഇതേപോലെ വരച്ചു. ഇനി 2 5 അല്ലേ, അപ്പൊ അവര് ഷെയർ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം നൈട്രജനിൽ, 8 എണ്ണം വേണം. അതായത് ഇപ്പൊ ഔട്ടർ മോസ്റ്റിൽ 5 ഉള്ളൂ, 8 ആവണമെങ്കിൽ 3 ആൾക്കാരെ കിട്ടണം അല്ലെ. അപ്പൊ 3 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യണം. എപ്പോഴും ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് അതാ എത്രയാണ് നോക്കുക, അത് സ്റ്റേബിൾ ആക്കാൻ. ഇപ്പൊ 5 8 ആവണമെങ്കിൽ എത്ര വേണം എന്ന് ആലോചിക്കുക. അപ്പൊ 3 ആണ് വേണ്ടത്. അപ്പൊ 3 മെമ്പേഴ്സിന് ഷെയർ ചെയ്യണം, അത് 3 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യണം. 3 പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇലക്ട്രോണിന് ഷെയർ ചെയ്യാം. 3 പെയർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്ത് ബോണ്ടാണ് ഉണ്ടാവുക, ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുക. അപ്പൊ N ട്രിപ്പിൾ ബോണ്ട് N. അപ്പൊ നൈട്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ മനസ്സിലായില്ലേ. ഇനി ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നത് HCl-ന്റെ കോവാലന്റ് ബോണ്ടാണ്. HCl എന്താണ് കാണാൻ പറ്റും ഇവിടെ, ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും കോൺഫിഗറേഷൻ എഴുതി. ഹൈഡ്രജനിൽ എന്താണ്, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒന്നും കൂടെ വേണം സ്റ്റേബിൾ ആവണമെങ്കിൽ. ക്ലോറിനും അതെ 287, ഒന്നുകൂടെ വേണം സ്റ്റേബിൾ ആവണമെങ്കിൽ. ഷെയർ ചെയ്താൽ പോരെ, ഷെയർ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും സിംഗിൾ ബോണ്ട് ആണ് ഇവിടെ ഉണ്ടാവുക. എച്ചിന്റെ ചുറ്റും നോക്കിക്കോ, രണ്ടാളായി. ക്ലോറിന്റെ ചുറ്റും നോക്കിക്കോ, 8 ആളായി. അപ്പൊ എന്തായി, സ്റ്റേബിൾ ആയി. 288 ആയി ക്ലോറിന്. ഹൈഡ്രജൻ എന്തായി, 2 ആയി മാറി. അപ്പൊ HCl-ന്റെ ബോണ്ട് ഫോം ചെയ്തോടെ എന്ത് ബോണ്ടാ, സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ആറ്റങ്ങൾ തമ്മിൽ ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടുകളാണ്. ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ H2Cl2, N2O2 ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ HCl, അങ്ങനെ ഒരുപാട് ആൾക്കാർ പഠിച്ചു. ഒരു പെയർ ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, 2 പെയർ ആണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 പെയർ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പഠിച്ചു അല്ലെ. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം എന്ന് പഠിച്ചു. ഇനി നമ്മൾ നേരത്തെ അയോണിക് സംയുക്തങ്ങളുടെ പ്രത്യേകത പഠിച്ചു അല്ലെ. ഇനി അതേപോലെ നമുക്ക് കോവാലൻ സംയുക്തങ്ങളുടെ പ്രത്യേകത നോക്കാം. സോ കോവാലൻ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത നോക്കാം. നേരത്തെ നമ്മൾ അയോണിക് കോമ്പൗണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നവർ. ഇവിടെ നോക്കിക്കോ, സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസും ആവാം. ഏത് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പറയുന്നത്, സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥയിലും കാണുന്നു. അതായത് ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥയിലും കാണും. മറ്റൊടത്ത് എന്തെങ്കിലും ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. അപ്പൊ ഒന്നാമതായിട്ട്. രണ്ടാമത് അവിടെ എന്താ പറഞ്ഞത്, ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞത്, ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ്. ലോ ബോയിലിംഗ് പോയിന്റ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് താപനിലയും തിളനിലയൊക്കെ എന്താണ്, തിളനിലയും ഉരുകൽ നിലയൊക്കെ എന്താണ്, അയോണിക് സംയുക്തങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, കുറവാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മറ്റോടത്ത് എന്താ പറഞ്ഞത്, ഇലക്ട്രിക്കൽ കണ്ടക്ട് ചെയ്യും. എങ്ങനെ, മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സ്റ്റേറ്റിലും. ഇവിടെ എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നേ ഇല്ല. അതായത് സാധാരണ ഇവ എന്ത് ചെയ്യുന്നില്ല, വൈദ്യുത ചാലകങ്ങളല്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ സോല്യൂബിലിറ്റി അവിടെ എന്താ പറഞ്ഞത്, വാട്ടറിൽ സോല്യൂബിൾ ആണ്, വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ഓർഗാനിക്കിലാണ് എന്ത് അലിഞ്ഞു ചേരാത്തെന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്, വാട്ടറിൽ അലിഞ്ഞു ചേരില്ല, ഇൻസോല്യൂബിൾ ആണ് വാട്ടറിൽ. പക്ഷെ ഓർഗാനിക് സോൾവെന്റ്സിൽ എന്താണ്, സോല്യൂബിൾ ആണ്. അതായത് ഇവ പൊതുവെ ജലത്തിൽ എന്ത് ചെയ്യുന്നില്ല, ലയിക്കുന്നില്ല. മണ്ണെണ്ണ, കാർബൺ ഡയോക്സൈഡ്, ബെൻസിൻ മുതലായ ഓർഗാനിക് ലായനികളിലാണ് ഇവ ലയിക്കാറുള്ളത്. അതായത് അയോണിക് കോമ്പൗണ്ടുകളിലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് എഴുതേണ്ടത്, കോവാലന്റ് കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകൾ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് പഠിക്കാനുള്ളൂ. അപ്പൊ ഒന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തിനാണ് ആറ്റംസ് കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നോബിൾ ഗ്യാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോബിൾ ഗ്യാസസ് എന്തുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ്, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്താണ്, സ്റ്റേബിൾ ആണ്. അവരെന്താണ്, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. അപ്പൊ നോബിൾ ഗ്യാസ് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അവരുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതെന്താണ്, സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തതെന്ന് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി എലമെന്റ്സ് ഒക്കെ, അപ്പൊ എല്ലാ ആറ്റും എന്ത് ചെയ്യാൻ ശ്രമിക്കും, സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും, സ്ഥിരത ആർജിക്കാൻ ശ്രമിക്കും. അപ്പൊ സ്റ്റേബിൾ ആവണമെങ്കിൽ അവർക്കൊക്കെ എന്ത് വേണം, പുറത്ത് ബാഹ്യതമ ഷെല്ലിൽ എത്ര വേണം, ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ വേണം. അപ്പൊ 8 ഇലക്ട്രോൺ വേണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിങ്ങനെ കോമ്പൗണ്ടുകളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അതായത് 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യും. അങ്ങനെ 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അതാണ് കെമിക്കൽ ബോണ്ട്. അപ്പൊ എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്, എന്താണ്, ആറ്റം കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. ആറ്റം എങ്ങനെ കൂടിച്ചേരുന്നത്, ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഒരു കണങ്ങൾ എന്ത് ചെയ്യുന്ന സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ബോണ്ട് പറഞ്ഞു, അയണിക്കും കോവാലന്റും. അയണിക്ക് എന്താ പറഞ്ഞത്,
ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക അയോണിക് ബോണ്ട് പറയുക. എക്സാമ്പിൾ NaCl ഉം MgCl2 പഠിച്ചു. എക്സാമ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാ ആലോചിക്കുക, രണ്ടാൾക്കാരാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും ആറ്റോമിക് നമ്പർ എഴുതുക, അതിന്റെ കോൺഫിഗറേഷൻ എഴുതി വെക്കുക. കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിലാവും ഔട്ടർ മോസ്റ്റിൽ 8 എത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എണ്ണയിൽ കണ്ടു ഒന്നാണ് ഔട്ടർ മോസ്റ്റിൽ, അപ്പൊ ഒന്ന് മറ്റേ ക്ലോറിന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, സ്റ്റേബിൾ ആവും. 2 8 വരും, മറ്റൊരു 2 8 8 വരും. അപ്പോ വിട്ട് കൊടുക്കുന്ന ആള്, അതായത് ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ആൾ എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ട് മാറും. അതിനെ നമ്മൾ അയോൺ ആയിട്ട് മാറും. അതിനെ നമ്മൾ എന്തൊരു കാറ്റയോൺ എന്ന് വിളിച്ചു. ഇവിടെ കാറ്റയോൺ ആരാണ്, Na+ ആണ്. ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് Na+ ട്ടോ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ Na2+ എന്നാണ് വരിക. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, ക്ലോറിൻ എന്താണ്, വാങ്ങുകയാണ്, സ്വീകരിക്കുകയാണ്, ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അതെന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ Cl- അയോൺ ആയിട്ട് മാറും. നെഗറ്റീവ് ചാർജുള്ള അയോൺ നമ്മൾ എന്ത് വിളിച്ചു, ആനയോൺ എന്ന് വിളിച്ചു. ഓക്കെ, ഇങ്ങനെ കാറ്റയോണും ആനയോണും തമ്മിലൊരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക് ബോണ്ട് അഥവാ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു. വേറൊരു എക്സാമ്പിൾ MgCl2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അയോണിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു. എന്താ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്, ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ആറ്റംസ് ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുക. ഒരു പെയറാണ് ഷെയർ ചെയ്യുന്നത് സിംഗിൾ ബോണ്ട്, 2 പേരാണെങ്കിൽ ഡബിൾ ബോണ്ട്, 3 പേരാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് പറഞ്ഞു, H2Cl2O2N2HCl, അങ്ങനെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. അവരുടെ പ്രോപ്പർട്ടീസും പറഞ്ഞു അല്ലെ. സിമ്പിൾ അല്ലേ പഠിക്കാൻ, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.